എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. രാവിലെ തന്നെയാണ്, എനിക്കിന്ന് രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ കുളിച്ച് വിളക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നി. ഞാൻ ഇന്നലെ നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി ഫെജിയിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കുറച്ച് കല്ലുകൾ കണ്ടു. അപ്പോൾ അതെനിക്കിഷ്ടം തോന്നി. പക്ഷേ കല്ലുകൾ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ നല്ല ചില്ലിൻ്റെ ബൗൾ എന്തെങ്കിലുമൊക്കെ വേണം. എൻ്റെ കയ്യിലാണെങ്കിൽ അതില്ല. അപ്പോൾ ഞാൻ 2 ലിറ്ററിൻ്റെ സോഡ വാങ്ങിച്ച കുപ്പി എടുത്തു. 2 ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൻ്റെ മൂട് വെട്ടി ഒരെണ്ണം ഒരു പകുതിയായിട്ട് മുറിച്ചു. പിന്നെ നെറ്റിപ്പട്ടത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ഫെവി ബോണ്ട് പശ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വെള്ളം ഇത്ര എടുത്ത് ഇരുന്നതാണ് കേട്ടോ. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് നോക്കിക്കോളൂ. ആദ്യം ഞാൻ ആ മൂട് വെട്ടിയ ആ കുപ്പിയുടെ ഭാഗമുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഈ പശ ഇതുമാതിരി ആക്കി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ മറ്റേ മുറിച്ച് വെച്ച വെള്ളം നിറയ്ക്കാൻ പാകത്തിന് മുറിച്ച ആ കുപ്പിയുടെ ആ ഒരു ഭാഗം എടുത്ത് വെച്ചു കേട്ടോ. പെട്ടെന്ന് കിട്ടും. ഫെവി ബോണ്ട് പശ നല്ല അടിപൊളിയാണ്, പെട്ടെന്ന് ഒട്ടിച്ചേരും. പിന്നെ ഞാനതിലേക്ക് വെള്ളം നിറച്ചു. ഈ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് എനിക്കെന്താ തോന്നിയെന്നറിയോ? വെള്ളം കുടിക്കാൻ വേണ്ടി കാക്ക വെള്ളത്തിലേക്ക് കല്ലുകൾ പറക്കിയിട്ടില്ലേ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ. പശ അത് പ്രസ് ചെയ്ത സമയത്ത് തന്നെ ഒട്ടി. കണ്ടോ? ഇതുമാതിരി വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ കല്ലുകളിട്ട കാണാൻ പാകത്തിനുള്ള പാത്രം വേണമായിരുന്നു. നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു പാത്രം ഇല്ല. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ കുപ്പി മുറിച്ചെടുത്തു. കണ്ടോ? ഇങ്ങനെ പറക്കി ഇട്ടപ്പം ഞാൻ കാക്ക വെള്ളം പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കല്ലുകൾ പറക്കി വിട്ട ഒരു പഴയ കഥയില്ലേ, ആ കഥയോർത്തു. ഇതിൽ വെള്ളം പൊങ്ങി വരികയും ചെയ്തു കേട്ടോ. ഞാൻ വിചാരിച്ചു കുപ്പി കവർ ചെയ്ത് പോകുന്ന, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എനിക്ക് വെള്ളത്തിൻ്റെ മുകളിൽ കിടന്ന് നോക്കുമ്പോൾ ശരിക്കും കടൽ വെള്ളത്തിൻ്റെ ഒരു പ്രതീതി തോന്നി. ഒരു വെറൈറ്റി കളറിലുള്ള കല്ല് കിട്ടി. കല്ലുകൾ പറക്കിയിടുമ്പോൾ വെള്ളം കിടന്ന് ഓളം വെട്ടണം. കണ്ടോ? അത് ഒട്ടിച്ചേർന്നു. അപ്പോൾ ധൈര്യമായിട്ട് നമുക്കിനി ആ വെള്ളം പാത്രം എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ എൻ്റെ വേറൊരു പാത്രത്തിലിരുന്ന മണി പ്ലാന്റിൻ്റെ ഒരു ചെടിയാണ്, അത് ഞാൻ ഇതിൽ കൊണ്ടുവച്ചു. വേരുകളൊന്നും മുറിച്ച് കളഞ്ഞില്ല, കാരണം ഈ വേരാണല്ലോ ഇവയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒക്കെ വലിച്ചെടുക്കുന്നത്. അത് കാരണം വേരൊന്നും മുറിച്ച് കളഞ്ഞില്ല. ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലേ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ വേണം കേട്ടോ. പിന്നെ കാണാം. ടാറ്റാ.